UDF സർക്കാർ, VD സതീശൻ സർക്കാർ സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇങ്ങനെ എത്ര നാൾ മുന്നോട്ട് പോകുമെന്ന് യാതൊരു പിടിയും കോൺഗ്രസ് നേതാക്കൾക്ക് തന്നെയില്ല. കോൺഗ്രസ് നേതാക്കൾ തന്നെ പരസ്പരം പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. പ്രൈവറ്റ് സെക്രട്ടറിമാരെ പോലും നിയമിക്കാൻ മന്ത്രിമാർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന്, മന്ത്രിമാരുടെ സ്റ്റാഫ് ഇതുവരെയും തീരുമാനമായിട്ടില്ല എന്ന്. പല സ്ഥലത്തും പുനഃസംഘടന ആവശ്യമായി വന്നിരിക്കുന്നു, അവിടെയൊന്നും നടക്കുന്നില്ല. മുഖ്യമന്ത്രി നേരിട്ട് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്നു, നിങ്ങളെ സ്ഥലം മാറ്റും എന്ന്. അതും കോൺഗ്രസ് യൂണിയന്റെ സമ്മേളനത്തിൽ വെച്ച്. മുഖ്യമന്ത്രി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, ഏതെങ്കിലും ഒരു പാർട്ടിയുടെ മുഖ്യമന്ത്രിയല്ല എന്ന് അദ്ദേഹം മറന്നുപോകുന്നു. തുടക്കം മുതൽ തന്നെ വിവാദമായിരുന്നു. വന്ദേ മാതരത്തിൽ തുടങ്ങിയതാണ് വിവാദം. സത്യപ്രതിജ്ഞ ചടങ്ങിൽ ചൊല്ലിയ വന്ദേ മാതരം തൊട്ട് തുടങ്ങിയ വിവാദം ഇപ്പോഴിതാ കാലവർഷക്കെടുതിയിൽ ചെന്ന് നിൽക്കുന്നു. ഒന്നും ചെയ്യുന്നില്ല സർക്കാർ, ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല സർക്കാരിന്. 3 പേരെ കടലിൽ കാണാതെ പോയിട്ട് തിരച്ചിൽ നടത്താൻ പോലും കഴിയുന്നില്ല. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എല്ലാം ഭദ്രം എന്ന് പറയുന്നു, പക്ഷേ എവിടെയും ഭദ്രമല്ല കാര്യങ്ങൾ എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. മഴ നിന്നിട്ടില്ല, ഇനിയും കനത്ത മഴ വരാൻ പോകുന്നു എന്നാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ദുരിതം ഇരട്ടിക്കാനേ വഴിയുള്ളൂ. പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സർക്കാരിനെ സംരക്ഷിക്കേണ്ടത്, അവർക്ക് വേണ്ടി മാധ്യമങ്ങളോട് സംസാരിക്കേണ്ടത്, അന്തിച്ചർച്ചയിൽ പങ്കെടുക്കേണ്ടത് കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ്. പക്ഷേ എവിടെയും കോൺഗ്രസ് നേതാക്കളെ കാണുന്നില്ല. മുഖ്യമന്ത്രി വിവാദത്തിൽപ്പെട്ടാൽ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ മന്ത്രിമാരില്ല. ഹെലികോപ്റ്റർ വിവാദം തൊട്ട് ഇങ്ങോട്ട്, നിക്ഷേപകരെ കാണാൻ പോയ വിവാദം തൊട്ട് പല വിവാദങ്ങളിലും മുഖ്യമന്ത്രി നേരിട്ട് പങ്കാളിയായ വിവാദങ്ങൾ കേരളത്തിൽ ഒരുപാടുണ്ടായി ഈ 2 മാസത്തിനിടയിൽ. അപ്പോഴൊന്നും ഒരു മന്ത്രിമാർ പോലും VD സതീശൻ എന്ന മുഖ്യമന്ത്രിക്ക് വേണ്ടി രംഗത്ത് വരുന്നില്ല, രക്ഷിക്കാൻ എത്തുന്നില്ല. മന്ത്രിസഭയിലെ മുതിർന്ന അംഗമാണ് രമേശ് ചെന്നിത്തല, അദ്ദേഹം പോലും മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ എത്തുന്നില്ല. കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ ചോദിച്ച ചോദ്യങ്ങൾക്ക് അപ്പുറവുമില്ല ഇപ്പുറവുമില്ല എന്ന രൂപത്തിൽ അഴകുഴമ്പൻ മറുപടി പറഞ്ഞ് രക്ഷപ്പെടുകയാണ് ചെയ്തത് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രിക്ക് സമ്പൂർണ്ണ പിന്തുണ നൽകാൻ തയ്യാറാകുന്നില്ല. മുഖ്യമന്ത്രി പ്രതിസന്ധിയിൽപ്പെടുമ്പോൾ പിന്തുണയുമായി എത്തേണ്ടത് മുസ്ലിം ലീഗാണ്. മുതിർന്ന മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയാകട്ടെ ഒരക്ഷരം മിണ്ടുന്നില്ല. അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നേയില്ല. കഴിഞ്ഞ ദിവസമാണ് മലപ്പുറത്ത് വെച്ച് മാധ്യമങ്ങളെ കണ്ടത്. മണ്ണിടിഞ്ഞതുമായി ബന്ധപ്പെട്ട്, പാണക്കാട്ട് മണ്ണിടിഞ്ഞതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് മറുപടി നൽകി. രാഷ്ട്രീയ പ്രശ്നങ്ങൾക്ക് ഒരക്ഷരം അദ്ദേഹം മറുപടി പറഞ്ഞില്ല. എന്ന് വെച്ചാൽ കോൺഗ്രസ് നേതാക്കൾ രംഗത്തില്ല, കോൺഗ്രസിന്റെ വക്താക്കൾ രംഗത്തില്ല, AICC നേതാക്കൾ രംഗത്തില്ല. സർക്കാർ പ്രതിസന്ധിയിലാകുമ്പോൾ സർക്കാരിനെ സംരക്ഷിക്കാൻ ആരും എത്തുന്നില്ല. ഗ്രൂപ്പ് മാനേജർമാർ മിണ്ടാതിരിക്കുന്നു, ഗ്രൂപ്പ് നേതാക്കൾ ഒരക്ഷരം മിണ്ടുന്നില്ല, യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഒരക്ഷരം മിണ്ടുന്നില്ല. ആരും VD സതീശനെ സംരക്ഷിക്കാൻ രംഗത്തെത്തുന്നില്ല. VD സതീശൻ പൂർണ്ണമായും ഒറ്റപ്പെട്ട അവസ്ഥയിൽ എത്തി നിൽക്കുന്നു. അപ്പോഴാണ് KC വേണുഗോപാലിൻ്റെ അടി വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിനും VD സതീശനും ഒരുപോലെ കിട്ടി KC വേണുഗോപാലിൽ നിന്ന് PM ശ്രീ പദ്ധതിയെക്കുറിച്ച്. PM ശ്രീ പദ്ധതി നടപ്പാക്കിയാൽ കിട്ടുന്ന തുക നാമമാത്രമാണ്. അത് അനുഭവമുണ്ട്, കർണാടകയിലും രാജസ്ഥാനിലും കണ്ടതല്ലേ, ഹിമാചൽ പ്രദേശിലും കണ്ടതല്ലേ എന്ന് ചോദിക്കുന്നു. എന്ന് വെച്ചാൽ പിന്നെ എന്തിനാണ് കേരളം PM ശ്രീ പദ്ധതിക്ക് പുറകെ പോകുന്നത്? KC വേണുഗോപാൽ ഒരു കാര്യം കൂടി പറയുന്നു, കാവ്യ അജണ്ട അടിച്ചേൽപ്പിക്കാനാണ് ശ്രമിക്കുന്നത്, അതുകൊണ്ട് തന്നെ അതിനെ ചെറുക്കണം, എതിർത്ത് തോൽപ്പിക്കണം, ഫണ്ടിന് വേണ്ടി PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ പാടില്ല എന്ന് പറഞ്ഞത് KC വേണുഗോപാലാണ്. അട്ടി കിട്ടിയിരിക്കുന്നു മുസ്ലിം ലീഗിനും, അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി VD സതീശനും. ഒരക്ഷരം മിണ്ടുന്നില്ല VD സതീശനും, അതോടൊപ്പം മുസ്ലിം ലീഗ് നേതാക്കളും മുസ്ലിം ലീഗിൻ്റെ മന്ത്രിയും N ഷംസുദ്ദീനും. ചുരുക്കത്തിൽ പ്രതിസന്ധി നേരിടുന്നു. ഈ ചെറിയ കാലത്ത് 5 വർഷം ഭരിച്ച സർക്കാർ നേരിടുന്ന പ്രതിസന്ധിയെക്കാളും വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. എല്ലാ ഭാഗത്തു നിന്നും വിമർശനം വരുന്നു. ഒന്നും ചെയ്യാൻ കഴിയാതെ, എന്തു ചെയ്യണമെന്നറിയാതെ നിസ്സഹായരായി നിൽക്കുന്ന മന്ത്രിമാരെയാണ്, മുഖ്യമന്ത്രിയെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോഴും രക്ഷയ്ക്ക് ഓടിയെത്തേണ്ടത് യൂത്ത് കോൺഗ്രസ് നേതാക്കളാണ്, KSU നേതാക്കളാണ്, കോൺഗ്രസ് നേതാക്കളാണ്, വിവിധ ഘടകകക്ഷി നേതാക്കളാണ്, മുസ്ലിം ലീഗ് നേതാക്കളാണ്. പക്ഷേ
സർക്കാരിനെ സംരക്ഷിക്കാൻ, മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ ഇവരാരും എത്തുന്നില്ല. എന്ന് വെച്ചാൽ വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രി കോൺഗ്രസിനകത്ത്, മുന്നണിക്കകത്ത് പൂർണ്ണമായും ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥ അതാണിപ്പോൾ കാണുന്നത്. ഇതിനെ എങ്ങനെ മറികടക്കും വി ഡി സതീശൻ എന്നത് ഇനി അറിയാനുള്ളൂ. ഈ പ്രതിസന്ധി ഇവിടെ അവസാനിക്കില്ല, അത് ഇനിയും മൂർച്ഛിക്കാനാണ് സാധ്യത. മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടി കലങ്ങി മറിയുകയാണ് സർക്കാരും കോൺഗ്രസും UDF-ഉം.